കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ചേറുതീനികളായ കുറച്ച് പന്നിക്കൂട്ടങ്ങൾ അതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നല്ല രീതിയിൽ തെറിവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വളരെയധികം സങ്കടം തോന്നി. ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം പോലും സ്വന്തം ആവശ്യങ്ങൾക്ക് എടുക്കാതെ സ്വന്തം കീശയിൽ നിന്ന് പോലും കാശെടുത്തിട്ട് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. എത്രയധികം നന്മ ചെയ്താലും നല്ല കാര്യങ്ങൾ ചെയ്താലും അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. യേശു ക്രിസ്തുവിനെ പോലും ക്രൂശിലേറ്റിയ നാടല്ലേ ഇത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഗാലറി മൊത്തം അദ്ദേഹത്തിനെതിരായിരുന്നു. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തെ ദൈവമായിട്ട് ആരാധിക്കുന്നു. ഇനി യേശു ക്രിസ്തുവിനെ സുരേഷ് ഗോപിയായിട്ട് കമ്പയർ ചെയ്തു എന്നും പറഞ്ഞ് കുരുപൊട്ടിക്കാൻ ആരും വരണ്ട. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. കമന്റ് ബോക്സിൽ വിവരമില്ലാത്ത കൂട്ടങ്ങൾ എഴുതി വിടുന്നതിനൊക്കെ മറുപടി പറയാൻ നിന്ന അതിനെ സമയം കാണും. പക്ഷേ മറുപടി പറയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. അതിന് ഞാൻ മറുപടി പറയാം. കുറച്ച് അന്യഗ്രഹ ജീവികൾ മാനത്ത് നിന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ടുണ്ട്. അവർക്ക് സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നറിയില്ല. കുറച്ചെങ്കിലും ബോധമുള്ളവനും ലോകവിവരമുള്ളവനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. MP ആയതിനു ശേഷം തൃശ്ശൂരിന് പുതിയ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനായുള്ള ഫണ്ട് 393 കോടി രൂപ പാസ്സാക്കിയിട്ടുണ്ട്. 2. ആവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലുള്ള ഖാദി ബോർഡിന് 40 ലക്ഷം രൂപ പലിശരഹിതമായി നിശ്ചിത കാലയളവിലേക്ക് നൽകാൻ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രഖ്യാപിച്ചു. രാജ്യസഭ MP ആയിരിക്കെ നൽകിയ 1 കോടി രൂപ കൊണ്ട് ശക്തൻ മാർക്കറ്റ് നവീകരിച്ചത് 2024 ദീപാവലി ദിനത്തിൽ തുറന്നുകൊടുത്തു. തൃശൂർ ജില്ലയിൽ കൃത്രിമമായി സൃഷ്ടിച്ച രാസവള ക്ഷാമത്തിന് ഉടനടി പരിഹാരം കണ്ടെത്തി. തൃശൂർ ജില്ലയിലെ പുലിക്കളി സംഘങ്ങൾക്ക് 50,000 രൂപ വെച്ച് 7 സംഘങ്ങൾക്ക് 3,50,000 രൂപ നൽകി. ഇതല്ലാതെ സുരേഷ് ഗോപി MPയുടെ നേരിട്ടുള്ള ഇടപെടൽ അപ്പർ കുട്ടനാടിന് 460 കോടിയുടെ പാക്കേജിന് കേന്ദ്ര അനുമതി. മിമിക്രി കലാകാരന്മാർക്ക് നൽകിയ വാക്ക് പാലിച്ചു സുരേഷ് ഗോപി ആദ്യ ഗഡുവായി 2 ലക്ഷം രൂപ നൽകി. കടം വീട്ടാനായി 74-കാരിയുടെ ലോട്ടറി വിൽപ്പന. പണയത്തിലിരിക്കുന്ന ആധാരം എടുത്തു കൊടുക്കാമെന്ന് സുരേഷ് ഗോപി. നന്ദനയ്ക്ക് ഇൻസുലിൻ പമ്പ് ഞാൻ വാങ്ങി നൽകാം. ആ വാക്ക് പാലിച്ചു സുരേഷ് ഗോപി. മണിദാസിന് സഹായവുമായി സുരേഷ് ഗോപി. സാമൂഹ്യക്ഷേമ പെൻഷൻ തിരിച്ചടയ്ക്കാൻ സർക്കാർ പറഞ്ഞ മണിദാസിന് 1 ലക്ഷം രൂപയുടെ സഹായം. ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹത്തിന് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ശ്രീ സുരേഷ് ഗോപി 12 ലക്ഷം രൂപ അനുവദിച്ചു. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ ഇളവ് പ്രധാനമന്ത്രിയോട് സംസാരിച്ചു സുരേഷ് ഗോപി. സഹായഹസ്തം നീട്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കുവൈത്ത് തീപിടുത്തത്തിൽ മരണപ്പെട്ട തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകും. ലൈഫ് മിഷനിലെ ധനസഹായം നിഷേധിക്കപ്പെട്ടു. കുടുംബത്തിന് സഹായഹസ്തം നൽകി സുരേഷ് ഗോപിയും സേവാഭാരതിയും. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമാണിത്. ഇതല്ലാതെ ഇരുചെവി അറിയാതെ അദ്ദേഹം ചെയ്ത സഹായങ്ങൾ നിരവധി. കോടീശ്വരൻ എന്ന പരിപാടി ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് നീട്ടിയ സഹായഹസ്തങ്ങൾ വേറെ. സഹപ്രവർത്തകർക്ക് വേണ്ടി അവർ പോലും അറിയാതെ ചെയ്ത സഹായങ്ങൾ വേറെ. അടുത്തറിയാവുന്നവരോട് പോയി ചോദിക്കടാ അദ്ദേഹം ആരാണെന്ന്. കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്ന നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് ആവശ്യമില്ലടാ. ആ വീഡിയോയ്ക്ക് കിട്ടിയ 1900 ലൈക്കുകൾ അത് പറയും ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം. പോയി പണി നോക്കടാ പന്നിക്കൂട്ടങ്ങളെ.